അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് വെറും 10 പ്രാവശ്യം ചൊല്ലിക്കിടന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് തരുകയാണ്, വലിയ പണക്കാരനായ യൂസുഫ് അലിയേക്കാൾ, അംബാനിയേക്കാൾ, ബിൽഗേറ്റ്സിനേക്കാൾ, ലോക കോടീശ്വരനായ എലോൺ മസ്കിനേക്കാൾ നിങ്ങൾക്ക് സമ്പന്നനാകാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പല ആളുകളും കരുതുന്നുണ്ടാകും, ഉസ്താദ് എന്ത് മണ്ടത്തരമാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ അവരെക്കാൾ വലിയ സമ്പന്നനാകും എന്നുള്ളത്. മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ അവരെക്കാൾ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകും, റാഹത്തും ഉണ്ടാകും. ഇഹലോകത്തും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കാവലും നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഇത്. ഈ ദിക്ർ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വെറും 10 പ്രാവശ്യം ചൊല്ലിക്കിടന്നാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് തരുകയാണ്, നിങ്ങളുടെ എല്ലാ കടങ്ങളും നിങ്ങൾക്ക് അതുകൊണ്ട് വീട്ടാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകും. നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കാൻ, ഒരു കച്ചവടം തുടങ്ങാൻ, ഇങ്ങനെ തുടങ്ങിയ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും നിങ്ങൾക്ക് പൂവണിയാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കയ്യിൽ പണം വേണം, സമ്പത്ത് വേണം. എന്നാൽ ഈ ഒരു ദിക്ർ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വെറും 10 പ്രാവശ്യം ചൊല്ലിക്കിടന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് തരുകയാണ്, നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാം. മരണം വരെ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലിയ കോടീശ്വരന്മാരായിട്ടുള്ള അടിമകൾ ഉണ്ടെങ്കിലും, ആളുകൾ ഉണ്ടെങ്കിലും, അവരൊക്കെയും ദരിദ്രന്മാരാണ്, അവരൊക്കെയും പാവപ്പെട്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ യൂസുഫ് അലിയും അംബാനിയും എലോൺ മസ്കൊക്കെ സാധുക്കളാണ്, ദരിദ്രന്മാരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ അത് തന്നെയാണ്. കാരണം അവരുടെയൊക്കെയും സ്വത്തുക്കൾ, അവർ സമ്പാദിച്ച പണം, അവർ സമ്പാദിച്ച മുതൽ, അവർ സമ്പാദിച്ച എല്ലാ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു തആലയുടേതാണ്. അതിൻ്റെയൊക്കെയും ഉടമ അല്ലാഹുവാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഏറ്റവും വലിയ ഐശ്വര്യവാൻ. അവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നിങ്ങളെല്ലാം ഫക്കീറന്മാരാണ്, എൻ്റെ അടിമകളായ ഫക്കീറന്മാരാണ് എന്നാണ്. അതിൽപ്പെട്ടവരാണ് ഈ യൂസുഫ് അലിയും അംബാനിയും എലോൺ മസ്കുമൊക്കെ. അവരുടെ സമ്പത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സെക്കൻഡ് കരുതിയാൽ മതി, എല്ലാം നഷ്ടപ്പെട്ടു പോകും, എല്ലാം തുലഞ്ഞ് പാപ്പരാകും അവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ആളുകൾക്കൊക്കെ നമ്മൾ പാവപ്പെട്ടവരായി തോന്നുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ സമ്പന്നനായ സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ലേ? ആ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ നല്ല വിശ്വാസത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങൾ രാത്രി സമയം ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ചൊല്ലിക്കിടന്നാൽ, അതുപോലെ തന്നെ പ്രാർത്ഥന അധികരിപ്പിച്ചാൽ അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. വലിയ കോടീശ്വരനായ യൂസുഫ് അലിക്കും അംബാനിക്കും മറ്റ് വലിയ പണക്കാർക്കുമൊക്കെ സമ്പത്ത് നൽകിയ, ഐശ്വര്യം നൽകിയ അതിൻ്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങൾക്കും ഇതുപോലെ സമ്പത്തും ഐശ്വര്യവും സമാധാനവും നൽകാൻ സാധിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെപ്പോഴും പ്രാർത്ഥന അധികരിപ്പിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ ഓരോ സമയത്തും നമുക്ക് ദുഃഖമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും നമുക്ക് അൽഹംദുലില്ലാ എന്ന് നല്ല വിശ്വാസത്തോടു കൂടി പറയാൻ സാധിച്ചാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും, സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകും, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും.
അല്ലാതെ നാട്ടിലെ വലിയ പണക്കാരനായ ഹാജിയാന്മാരുടെ കൂടെ വലിയ പണക്കാരായിട്ടുള്ള മറ്റു മുതലാളിമാരുടെ കൂടെ വാലാട്ടി നടക്കുകയല്ല വേണ്ടത്. അവർ നമ്മുടെ ഇളയ പ്രായക്കാരാണെങ്കിലും എണീറ്റ് നിൽക്കും പല ആളുകളും, അവർ പണക്കാരല്ലേ എന്ന് കരുതിക്കൊണ്ട്. എന്നാൽ പ്രായമായ ആ നാട്ടിലെ വലിയ പ്രായമായ ഒരു വയസ്സൻ അതുവഴി കടന്നു വരികയാണെങ്കിൽ പലരും എണീറ്റ് നിൽക്കില്ല, അവരെ ബഹുമാനിക്കില്ല, ആദരിക്കില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഹലോകത്തും പരാജയപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പണക്കാരായിട്ടുള്ള ആളുകളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നല്ല. പ്രായമായവരെ ബഹുമാനിക്കണം, ഉസ്താദുമാരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, അനുസരിക്കണം, ബഹുമാനിക്കണം. അയൽവാസികളെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഇവിടെയൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല അവർ പണക്കാരാകണം എന്നുള്ളത്. അതുകൊണ്ട് പണക്കാരായി എന്ന് കരുതി ഒരു മനുഷ്യനെ നിങ്ങൾ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ വലിയ ദരിദ്രരാക്കും. ഇന്ന് നമുക്കൊക്കെ നാട്ടിലും പരിസരത്തൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്. വലിയ പണക്കാരായിട്ടുള്ള ആളുകൾക്ക്, സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, മന്ത്രിമാർക്കൊക്കെ വലിയ ഒരു ആദരവ് കൊടുക്കുക, ബഹുമാനം കൊടുക്കുക. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാൻ പോകുന്നത് ദാരിദ്ര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹമാണ് അവരുടെ സമ്പത്തും അവരുടെ സ്ഥാനവും പദവിയും ഒക്കെ. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് നമ്മൾ വേണ്ടത്. അൽഹംദുലില്ലാ, അള്ളാഹുവേ അവർക്ക് നീ ആ പദവി കൊടുത്തല്ലോ, അത്രത്തോളം സമ്പത്ത് കൊടുത്തല്ലോ എന്ന് അള്ളാഹുവിനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. അല്ലാതെ വലിയ പണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ കുനിഞ്ഞു നിൽക്കുക, വാലാട്ടുക, അവരുടെ പുറകെ പോവുക അല്ല വേണ്ടത്. കാരണം അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും പണവും സമ്പത്തും പദവിയും എല്ലാം അവരെയും നമ്മെയും പടച്ച സർവശക്തനായ, എല്ലാത്തിൻ്റെയും ഉടമയായ, ഐശ്വര്യവാനായ, വലിയ സമ്പന്നനായ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു ആരെ? പണമുള്ളത് കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്നത്. പണമുള്ളത് കൊണ്ട് മാത്രം ഒരാളെ നമ്മൾ ബഹുമാനിക്കരുത്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു ആബിദായ മനുഷ്യൻ, നല്ല മനുഷ്യനെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ മൂത്താപ്പാനെ, ഇളയാപ്പാനെ, അതുപോലെ തന്നെ ഉസ്താദുമാരെ, ഇങ്ങനെ മാത്രമല്ല പ്രായമായവരെ ഒക്കെ നമ്മൾ ബഹുമാനിക്കണം. പണം ഉള്ളത് കൊണ്ട് ഒരാളെ ഒരിക്കലും ബഹുമാനിക്കരുത്. അങ്ങനെ നമ്മൾ ബഹുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ശപിക്കും. മാത്രമല്ല അത് കാരണം ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പണം ഉണ്ട് എന്ന് കരുതി ഒരു മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചാൽ, എന്നാൽ പണം ഇല്ല എന്ന് കരുതി ഒരു മനുഷ്യനെ നമ്മൾ അവഗണിച്ചാൽ അത് നമ്മുടെ ഇഹലോകത്തും വലിയ തകർച്ചയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് ഈ ഒരു അവസ്ഥ. ഞാൻ എൻ്റെ നാട്ടിലെ അങ്ങാടിയിലൊക്കെ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ വലിയ പണക്കാരായിട്ടുള്ള ആ നാട്ടിലെ ഹാജിയന്മാരൊക്കെ വരുമ്പോൾ അവർ വേഗം എണീറ്റ് നിൽക്കും. മടക്കി കുത്തിയ തുണിയൊക്കെ അയച്ചിട്ട് നല്ല ആദരവോടുകൂടി അവരുടെ മുമ്പിൽ നിൽക്കും, നല്ല പുഞ്ചിരിയോടുകൂടി. എന്താ, അവരിൽ നിന്നും കിട്ടാനുള്ളതൊക്കെ തടഞ്ഞു പോകും, കിട്ടാതെയായി പോകും, അല്ലെങ്കിൽ കിട്ടുന്നത് കുറഞ്ഞു പോകും. അടുത്ത വർഷം സകാത്തിൻ്റെ പണം കിട്ടാതെ പോകും, അല്ലെങ്കിൽ സകാത്തിൻ്റെ പൈസ കുറഞ്ഞു പോകും, എന്നെ പരിഗണിക്കില്ല എന്നൊക്കെ കരുതിയിട്ടാണ് അവർ എണീറ്റ് നിൽക്കുന്നത്. എന്നാൽ അതേ സമയം ആ നാട്ടിലെ പ്രായമായ, പാവപ്പെട്ടവനായ, വയസ്സായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ മുമ്പിലൂടെ നടന്നു പോകും, അവർ എണീറ്റ് നിൽക്കില്ല. ആ സമയത്ത് അവർ വായിട്ട് വേണ്ടാത്ത വാക്കുകളൊക്കെ അവരെ ബഹുമാനിക്കാതെ, ആദരിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കും. പ്രായമായ ആ മനുഷ്യൻ അതിലെ കടന്നു പോകുന്നത് അവരുടെ കണ്ണുകൊണ്ട് അവർ കാണുന്നുണ്ടാകും. എന്നാൽ
ആ മനുഷ്യരെ അവർ ബഹുമാനിക്കുകയില്ല, ആദരിക്കുകയില്ല. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ പോകുന്നത് വലിയ ശാപമാണ്. ദാരിദ്ര്യത്തിൻ്റെ വലിയ അടിത്തട്ടിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കൊണ്ടിടുക. ഒരു കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് നൽകില്ല, അള്ളാഹുവിൻ്റെ കാവലുണ്ടാകില്ല. നിങ്ങൾ തൊടുന്നതും തുടങ്ങുന്നതിലുമെല്ലാം അള്ളാഹു പരാജയം നൽകും. നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ അള്ളാഹു പരാജയം നൽകും. നിങ്ങൾക്കൊരു സമാധാനമുണ്ടാകില്ല, കുടുംബത്തിൽ ബറക്കത്തുണ്ടാകില്ല. ഇഹലോകത്തും നിങ്ങൾക്ക് വലിയ ശാപമായിരിക്കും, പരാജയമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല നൽകാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പണം ഉണ്ട് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനെയും നിങ്ങൾ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും കിട്ടുന്ന ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ സക്കാത്തിൻ്റെ പണമോ, അല്ലെങ്കിൽ അവരിൽ നിന്നും ഒന്നും ലഭിച്ചില്ലെങ്കിലും അവരുടെ അടുത്ത് പണം ഉണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലൊക്കെയായിരിക്കും നിങ്ങൾ അവരെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഒരു മണ്ടത്തരം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അള്ളാഹുവിൻ്റെ ശാപം നിങ്ങൾ ഈ കാര്യം ചെയ്ത് ഏറ്റുവാങ്ങരുത്. ഈമാൻ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവമുള്ള ആളുകളെ നാളെ പരലോകത്ത് മലക്കുകളും മറ്റും വിളിക്കപ്പെടും. അള്ളാഹുവിൻ്റെ ശത്രുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സർവ്വ അമ്പിയാക്കന്മാരുടെയും ശത്രുവേ എന്ന് വിളിക്കപ്പെടും ഈ ഒരു സ്വഭാവമുള്ള ആളുകളെ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവമുള്ള ആളുകളുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കില്ല. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പണം ഉള്ളതുകൊണ്ട് മാത്രം ഒരാളെ ബഹുമാനിക്കാൻ പാടില്ല. മാത്രമല്ല പണം ഇല്ല എന്ന് കരുതി ഒരാളെയും നിങ്ങൾ അനാദരിക്കപ്പെടാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ സ്തുതി ലഭിക്കുകയുള്ളൂ, അൽഹംദുലില്ലാ ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പലരും സങ്കടത്തോടു കൂടി പറയുന്ന കാര്യമാണ്, ഞാൻ ചോദിക്കുന്നതൊന്നും റബ്ബ് നൽകുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കുന്നത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും നൽകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത് നമുക്ക് ഗുണമുള്ളത് മാത്രമേ നൽകുകയുള്ളൂ. നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കും, സമ്പത്ത് ചോദിക്കും. എന്നാൽ ചില സമയത്ത് നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവൻ വരെ നഷ്ടമായേക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകില്ല. നമുക്ക് ഗുണം ഉള്ളത് മാത്രമേ റബ്ബ് സുബ്ഹാനഹു തആല നൽകുകയുള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു 6 മാസം ഗർഭിണിയായ സഹോദരി ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ്, നിനക്ക് അബോർഷൻ സംഭവിച്ചിട്ടുണ്ട്, ഗർഭം ഒഴിവാക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് ആ സ്ത്രീ പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. കാരണം ആ ഗർഭം ചിലപ്പോൾ ആ സ്ത്രീക്ക്, ആ സഹോദരിക്ക് വലിയ ദോഷം ചെയ്യുന്ന ഗർഭമായിരിക്കും. അല്ലെങ്കിൽ ആ ഗർഭം അബോർഷനാകുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് വലിയ ഹൈറായിരിക്കും. അതായത് ആ കുഞ്ഞ് നാളെ പരലോകത്ത് ആ കുഞ്ഞ് കാരണം ഈ സ്ത്രീക്ക്, ഈ സഹോദരിക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കാൻ അത് കാരണമാക്കും. അപ്പോൾ അത് ഹൈറല്ലേ? അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ആ സഹോദരി പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് കാരണം ഈ സഹോദരിയുടെ ജീവിതത്തിലെ എല്ലാ സമാധാനവും നഷ്ടപ്പെടാൻ ആ കുഞ്ഞ് കാരണമായേക്കാം. അല്ലെങ്കിൽ ആ കുഞ്ഞ് വളർന്നു വലുതായാൽ കുഞ്ഞ് പുറംകാലുകൊണ്ട് ഉമ്മയെ തട്ടുന്ന കുഞ്ഞാകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആ ഉമ്മാക്ക്, ആ സഹോദരിക്ക് ഹൈറായത് കൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു തആല ആ ഗർഭം അബോർഷനാക്കിയത്, ഇല്ലാതെയാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ, ഒരിക്കലും ഉപദ്രവം ചെയ്യില്ല. നമുക്കൊരു അപകടങ്ങൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ തകർച്ച സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ, നമ്മുടെ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടമായാൽ, വലിയ ആപത്തുകൾ വന്നാൽ, എന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ വന്നാൽ, പ്രിയപ്പെട്ടവരെ, ആ സമയത്തൊക്കെ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയുക. കാരണം ആ പ്രതിസന്ധി, ആ പ്രയാസം, ആ നഷ്ടമാകുന്നത് അതൊക്കെയും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഹൈറിനായിരിക്കും.
കാരണം ആ ഒരു സമയത്ത് ആ പ്രതിസന്ധി തന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ വരെ നഷ്ടമായേക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചോദിക്കുന്നതൊന്നും നമുക്ക് ചില സമയത്ത് നൽകാത്തത്, അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നൽകുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വലിയ പാവപ്പെട്ടവനാണ്, സാമ്പത്തികമായിട്ട് വലിയ പിന്നോക്കമുള്ളവനാണ്. എന്നാൽ ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ എന്നെ നീ വലിയ സമ്പന്നനാക്ക്, വലിയ പണക്കാരനാക്ക്, എനിക്കൊരു വലിയ വീട് വേണം, വലിയ കാർ വേണം, ഒരുപാട് പണം വേണം, ഭൂസ്വത്ത് വേണം, പണം എന്നിലേക്ക് വരാനുള്ള ഒരുപാട് അവസരങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ ദുആ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു തആല അതൊക്കെയും നമുക്ക് നൽകിയാൽ ആ സമയത്ത് നമ്മൾ വലിയ പണക്കാരനാകും, സമ്പന്നനാകും. എന്നാൽ അത് കാണുന്ന പല ആളുകൾക്കും അസൂയ ഉണ്ടാകും. അങ്ങനെ ആ അസൂയക്കാർ കാരണം ചിലപ്പോൾ അവർ നമുക്ക് സിഹ്ർ ചെയ്തേക്കാം, അല്ലെങ്കിൽ അവർ നമ്മെ കൊലപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കത് കാരണം ഉണ്ടായേക്കാം. നമ്മുടെ എല്ലാ സമാധാനവും അത് കാരണം നഷ്ടമായേക്കാം. അതുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് നമുക്ക് സമ്പത്ത് നൽകാത്തത്. നമ്മൾ ദുആ ചെയ്യുന്നതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല കാണുന്നുണ്ട്. എന്നാൽ അത് നമുക്ക് ഉപകാരമാണെങ്കിൽ, ഗുണമാണെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയുള്ളൂ. മറിച്ച് അത് ഉപദ്രവമാണെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയത്തും, നല്ലത് വരുമ്പോഴും, സമാധാനം നഷ്ടപ്പെടുമ്പോഴും, സമാധാനക്കേടുണ്ടാകുന്ന പല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ആ സമയത്തൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇഹലോകത്തും വിജയമുണ്ടാവുകയുള്ളൂ, അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഗുണമാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ തന്നെ നിങ്ങൾക്ക് വലിയ വിജയമായിരിക്കും ഉണ്ടാകുക. അത് സാമ്പത്തികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ഈ ഒരു ദിക്ർ നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് കിടന്നാൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് വലിയ ഉയർച്ച ഉണ്ടാകും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കും. ആ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള, സമാധാനമുള്ള, ഐശ്വര്യമുള്ള ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അല്ലാഹുവിനെ സ്തുതിക്കുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ പ്രിയപ്പെട്ടവരെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് 10 പ്രാവശ്യം ദിവസവും ചൊല്ലിയാൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഉറപ്പ് നൽകുകയാണ്, സാമ്പത്തികമായിട്ടൊരു പ്രയാസവും നിങ്ങൾക്കുണ്ടാകില്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവുകയും നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലുക. മാത്രമല്ല ജീവിതത്തിൽ എന്ത് വലിയ പ്രയാസങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എടുത്തു കളയട്ടെ. സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകട്ടെ. ലോകത്തും അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.